ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 17ാമത്തെ ഡേ ആണ്. മുൻപൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലെല്ലാം കാണാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആദ്യത്തെ ചോദ്യം, ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ആലുവ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദീ തീരത്താണ്. അടുത്തത്, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി PT ഉഷ. PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന എല്ലാവർക്കും കൊടുക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി O പോസിറ്റീവ്. O പോസിറ്റീവാണ് സാർവിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. അടുത്തത്, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാര്? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത്, കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി എറണാകുളം. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ആൻസർ ഓപ്ഷൻ എ 500 സെക്കൻഡ്. 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. അടുത്തത്, ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏത്? ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ആൻസർ ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉറുമ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അടുത്തത്, ലോക പരിസ്ഥിതി ദിനം എന്ന്? ലോക പരിസ്ഥിതി ദിനം എന്ന് ആൻസർ ഓപ്ഷൻ എ ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നത്. അടുത്തത്, കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇപ്പോൾ നിലവിലുള്ള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ P സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ P സതീദേവി. അടുത്തത്, HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റനുമായാണ് HS പ്രണോയ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭരണഘടനയിലാണ് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അടുത്തത്, നാസ ഏതു രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? ആൻസർ ഓപ്ഷൻ ഡി അമേരിക്ക. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് നാസ. അടുത്തത്, മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചതാര്? മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാനാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. അടുത്തത്, വാസ്കോ ഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്ന്? വാസ്കോ ഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് ആൻസർ ഓപ്ഷൻ എ 1498. 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത്. അടുത്തത്, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്ത്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ആൻസർ ഓപ്ഷൻ സി ഓറഞ്ച്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് നിറമാണ്. അടുത്തത്, ടോക്കിയോ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ടോക്കിയോ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ജപ്പാൻ. ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ. അടുത്തത്, കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ ഏത്? കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ ആൻസർ ഓപ്ഷൻ ബി കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം. കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതമാണ് കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാവുന്നത് എന്ത്? എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് ആൻസർ ഓപ്ഷൻ എ വൈറസ്. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് വൈറസ് രോഗമാണ്. അതായത് എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്, അതുകൊണ്ട് തന്നെ വ്യാപനത്തിന് കാരണമാകുന്നതും വൈറസ് മൂലമാണ്. അടുത്തത്, കേരള പിറവി ദിനം എന്ന്? കേരള പിറവി ദിനം വരുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി നവംബർ 1. നവംബർ 1-ാം തീയതിയാണ് കേരള പിറവി ദിനം വരുന്നത്. അടുത്തത്, സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ബി 206. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് 206 എണ്ണം. അടുത്തത്, മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ്? മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡെൻഡൈൻ. താഴെ പറയുന്നവയിൽ മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻഡൈൻ കൊണ്ടാണ്. അടുത്തത്, വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്?
വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആൻസർ ഓപ്ഷൻ സി നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. അടുത്തത് സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ. അടുത്തത് ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം. ആൻസർ ഓപ്ഷൻ ബി ORS ലായനി. ഛർദിയും വയറ്റിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമാണ് ORS ലായനി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പന്നീർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളയാണ്? പന്നീർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളയാണ്? ആൻസർ ഓപ്ഷൻ ഡി കുരുമുളക്. താഴെ പറയുന്നവയിൽ പന്നീർ 1 പറയുന്നത് കുരുമുളകിൻ്റെ ഒരു വിളയാണ്. അടുത്തത് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. ആലപ്പുഴയിലാണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം. അടുത്തത് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരേത്? ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ്. ആൻസർ ഓപ്ഷൻ ഡി DNA. DNA ആണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ. അടുത്തത് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ ഊർജം. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് നൽകുന്നത് ഊർജമാണ്. അടുത്തത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിന് പറയുന്ന പേര്. അടുത്തത് അലുമിനിയത്തിൻ്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക. അലുമിനിയത്തിൻ്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരെന്നറിയപ്പെടുന്നത് ബോക്സൈറ്റ് ആണ്. അടുത്തത് ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുകം ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുകം ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻഡലിയഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ആൻസർ ഓപ്ഷൻ ബി ഗാലിയം. ഗാലിയത്തെക്കുറിച്ചാണ് മെൻഡലിയഫ് ഇങ്ങനെ പറഞ്ഞത്. ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ അത് ഉരുകുമെന്ന് മെൻഡലിയഫ് ഈ ഗാലിയം എന്ന മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്. അടുത്തത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി സർ ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണ്? ആൻസർ ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അജിനോമോട്ടോ. അടുത്തത് പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി ജൂൾ. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റായി വരുന്നത്. അടുത്തത് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ താപോർജ്ജം. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയും? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത. ആൻസർ ഓപ്ഷൻ ഡി 340 മീറ്റർ/സെക്കൻഡ്. 340 മീറ്റർ/സെക്കൻഡിലാണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. അടുത്തത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും? ഇത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും.
ഇത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. അടുത്തത്, അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏത്? അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ സി, 2015. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷമാണ് 2015. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. 2 ക്ലാസ്സുകളിലായി നമ്മൾ 80 ചോദ്യങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.